Hi all, welcome to Competitive Cracker. This is me, Alfin Abdul Salam. So today we are going to discuss about our paper 1 preparation. എങ്ങനെയാണ് പേപ്പർ 1 പഠിക്കേണ്ടത്? നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് തപ്പി നടക്കുകയായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത്രയും പേരെ നമുക്ക് നെറ്റും ജാറഫ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച നമ്മളുടെ സ്റ്റഡി മെത്തേഡ് PYQ അനാലിസിസ് മെത്തേഡ് എന്ന്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം നോക്കിയ മക്കളെ, if the sender has not formulated the idea, thought or message in proper manner, it can result into a barrier in communication. The barrier occurs at what level? Communication department അല്ലെങ്കിൽ സെക്ഷനിൽ നിന്ന് മൊഡ്യൂളിൽ നിന്ന് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ള പേപ്പർ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിനകത്തെ കീവേഡ്സ് ആദ്യം മനസ്സിലാക്കുക. ഇഫ് ദ സെൻഡർ കീവേഡ് ആണ്, ഫോർമുലേഷൻ ഓഫ് ഐഡിയ കീവേഡ് ആണ്, അല്ലേ? പ്രോപ്പർ മാനർ റിസൾട്ട് ഇൻ ടു എ ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ കീവേഡ് ആണ്. വിച്ച് ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ? ഇതിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? സെൻഡർ, ഐഡിയ ഫോർമുലേഷൻ, ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഈ 3 കീവേഡുകളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഇത് 3 നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിൽ പഠിച്ചു വെക്കേണ്ടതാണ്. എന്താണ് സെൻഡർ, എന്താണ് ഫോർമുലേഷൻ ഓഫ് ഐഡിയ, എന്താണ് ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ? നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 4 കീവേഡുകളാണ്, 4 ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ട്രാൻസ്മിഷൻ സ്റ്റേജ്, എൻഡ് ഓഫ് ദ ഡീകോഡർ, അറ്റ് ദ ലെവൽ ഓഫ് ദ ഡീകോഡർ, ടെക്നിക്കൽ സ്റ്റേജ്. ഇതിലേത് സ്റ്റേജിലാണ് ബാരിയർ ഉണ്ടാവുന്നത്? അപ്പോൾ സ്റ്റേജുകൾ എന്താണ്, സെൻറ്റർ എന്താണ് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കപ്പോൾ നേരെ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് കിടക്കാം. നോക്കിയേ, ബേസ്ഡ് ഓൺ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് മോഡൽ, സെൻഡർ എൻകോഡിംഗ്, ചാനൽ ഡീകോഡിംഗ്, റിസീവർ എന്നീ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചോദ്യം വന്നിട്ടുള്ളത്, അല്ലേ? എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്? ആദ്യം ഒരു സെൻഡർ ഉണ്ട്. സെൻഡർ അയക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു? കോഡ് ചെയ്യപ്പെടുന്നു. അത് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മീഡിയം വഴി വേറെ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് എൻകോഡ് ചെയ്ത ഇൻഫർമേഷൻ ഡീകോഡ് ചെയ്യപ്പെടുന്നു. അത് റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ അതിനുള്ള ഫീഡ്ബാക്ക് തരുന്നു. ഇതാണ് നമ്മുടെ സെൻഡർ എൻകോഡിംഗ്, ചാനൽ ഡീകോഡിംഗ്, റിസീവർ മോഡൽ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഞാൻ പറയുന്ന കാര്യം കോഡായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? സൗണ്ടായിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അവരവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അത് ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ അത് ഡീകോഡ് ചെയ്യുന്നു. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സൗണ്ടിൽ നിന്ന് മീനിങ് ഉണ്ടാകുന്നു, വാട്ട് എവർ ഇറ്റ് ഇസ്. അങ്ങനെ നിങ്ങൾ റിസീവറിലേക്ക് എത്തുന്നു. നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുന്നു എന്താണ് ശരി ഉത്തരം എന്നുള്ളത്, കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻഡർ എൻകോഡിംഗ്, ചാനൽ ട്രാൻസ്മിഷൻ, ഡീകോഡിംഗ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത് ഇതിനെയാണ്. അപ്പോൾ ഇതിലെന്താണ്? സെൻഡർ ഒരു ഫോർമുലേറ്റ് ദ മെസ്സേജ് പ്രോപ്പർലി. ദ പ്രോബ്ലം അറൈസസ് ഡ്യൂറിങ് എൻകോഡിംഗ് ബിക്കോസ് എൻകോഡിംഗ് ഈസ് ദ സ്റ്റേജ് വെയർ തോട്ട്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു കമ്മ്യൂണിക്കബിൾ സിംബൽസ്, വേർഡ്സ്, ലാംഗ്വേജ്, ജെസ്റ്റേഴ്സ്, എക്സെട്ര. എന്താണ്? നമുക്ക് മെസ്സേജ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സെൻഡറിന് സാധിക്കുന്നില്ലെങ്കിൽ എൻകോഡിങ് കാരണമായിട്ടുള്ള പ്രശ്നമായിട്ട് അത് മാറും. കാരണം എന്താണ്? എൻകോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ചിന്തകളെ ആളുകൾക്ക് മനസ്സിലാകുന്ന കമ്മ്യൂണിക്കബിൾ സിംബൽസ് ആയിട്ട്, വേർഡ്സ്, ലാംഗ്വേജ്, ജെസ്റ്റർ പോലെയുള്ള കാര്യങ്ങളായിട്ട് എൻ്റെ ചിന്തകളെ മാറ്റുന്ന സ്റ്റേജിനാണ് നമ്മൾ അതെന്ന് വിളിക്കുന്നത് എൻകോഡിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഫോർമുലേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻകോഡിങ്ങിൽ പ്രശ്നമുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ട്രാൻസ്മിഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഉത്തരം തെറ്റാണ്. എന്തുകൊണ്ടാണ് ട്രാൻസ്മിഷൻ സ്റ്റേജ് തെറ്റാകുന്നത്? ആക്ച്വൽ സെൻഡിങ് ഓഫ് ദ മെസ്സേജിനെയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? സ്പീച്ച്, റൈറ്റിങ്, ഇമെയിൽ, മീഡിയ, ടെലിഫോൺ, ഈ പോലെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് എൻകോഡിങ്, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് സ്പീച്ച്, റൈറ്റിങ് പോലെയുള്ള കാര്യങ്ങളിലൂടെ. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേജിലാണ് പ്രശ്നം വരുന്നതെങ്കിൽ ഞാൻ പറയുന്ന ആക്ച്വൽ സ്പീച്ചിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, വിഷയം ഉണ്ടായിരിക്കണം, അല്ലേ? ഇവിടെ ഉണ്ടാകാവുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നോയ്സ്. ട്രാൻസ്മിഷൻ സ്റ്റേജിൽ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കാതിരിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇവിടെ കലവിലാന്നൊച്ച വേണം. നെറ്റ്വർക്ക് ഡിസ്റ്റർബൻസ്. ഞാൻ നിങ്ങളോട് ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നെറ്റ്വർക്ക് കട്ടായി പോയി കഴിഞ്ഞാൽ ആ സ്പീച്ച് നിങ്ങളിലേക്ക് എത്തില്ല. പുവർ ഓഡിയോ ഓർ വീഡിയോ ക്വാളിറ്റി ഇൻറ്ററപ്ഷൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരത്തിനിടയിൽ. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ മുഖം കൂടി പൊത്തുവാണ്, ഇൻട്രപ്ഷൻ ഉണ്ടായി. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വലിയ പൊട്ടിത്തെറി വിസ്ഫോടനമൊക്കെ ഉണ്ടാവുകയാണ്, ഇൻട്രപ്ഷൻ ഉണ്ടായി. ഇതെല്ലാം എന്താണ്? ട്രാൻസ്മിഷൻ ലെവലിലുള്ള സ്പീച്ചിൻ്റെ ബാരിയേഴ്സ് ആണ് ഇതൊക്കെ, അല്ലേ? നമുക്കിനി അടുത്ത ഓപ്ഷൻ നോക്കിയാലോ.
ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ, മൈക്രോഫോൺ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഡ്യൂറിങ് എ ലെക്ചർ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന മൈക്കിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ സ്റ്റേജിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മളുടെ ഐഡിയ ഫോർമുലേഷനെ പറ്റിയാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്മിഷൻ സ്റ്റേജിനെ നെഗേറ്റ് ചെയ്ത് കളയുന്നു. അടുത്ത് നോക്കിയാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡീകോഡറിന്റെ അറ്റത്തുള്ള പ്രശ്നമാണ് ഉണ്ടാകുന്നത്. നോക്കിയേ, ഡീകോഡിങ് റിസീവറിന്റെ എന്തിലാണ് ഉണ്ടാകുന്നത്? റിസീവർ ഇന്റർപ്രറ്റ്സ് ദ മെസ്സേജ് അല്ലേ. റിസീവർ എന്താണ്, ഞാൻ അയക്കുന്ന മെസ്സേജിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? മിസ്അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്, ഞാൻ പറയുന്ന ഭാഷ ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല നിങ്ങൾ റിസീവ് ചെയ്യുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്, കൾച്ചറൽ ഡിഫറൻസുകൾ അല്ലേ. നമ്മൾ ഈ മലയാളത്തിലെ ചില വാക്കുകൾ, തമിഴിലെ ചില വാക്കുകൾ, മുഖത്തിന്റെ വാക്ക് മലയാളത്തിൽ വരുമ്പോൾ തെറിപ്രയോഗമായിട്ട് മാറുന്നു. ആ പുള്ളി നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞാ, പക്ഷേ നമുക്കത് തെറിയായിട്ട് തോന്നുന്നു. കാരണം എന്താണ്? കൾച്ചറൽ ഡിഫറൻസ് അല്ലേ. റോങ് ഇന്റർപ്രിട്ടേഷൻ, ലാക്ക് ഓഫ് സബ്ജക്ട് നോളജ് അല്ലേ. ഇതിൽ ചില ടേമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വേറെ സബ്ജക്റ്റിൽ അതിന് ഡീപ്പ് മീനിങ് ഉണ്ടായിരിക്കും, പക്ഷെ അത് കോമഡി ആയിട്ടായിരിക്കും ഒരാൾ കേൾക്കുന്നത്, സബ്ജക്ട് നോളജ് ഇല്ലാത്ത ഒരാൾ കേൾക്കുമ്പോൾ അല്ലേ. അതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്. ഇപ്പോൾ ആംബിഗ്വിറ്റി എന്ന് പറയുന്ന വാക്ക് ഞാൻ പറയുകയാണ്. അപ്പോൾ ആംബിഗ്വിറ്റി എന്താണെന്ന് അറിയാത്ത ഒരാൾ എന്താണ് അമ്മുക്കുട്ടി എന്ന് ചോദിക്കും. ചുമ്മാ പറഞ്ഞാട്ടോ, വെറുതെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ സാധനത്തൊക്കെ എന്താണ് പറയുന്നത്? അതെല്ലാം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡീകോഡറാണ് അല്ലെങ്കിൽ റിസീവറാണ് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് സംഭവം? എൻകോഡ് ചെയ്യുന്നിടത്തെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. വേണ്ടോ, ഒരു ടീച്ചറിന് ഇൻസ്ട്രക്ഷൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ല, ഒരാളോട് പറയുകയാണ് എബൌട്ട് ആണ്. നമ്മൾ ആദ്യമായിട്ടൊരു UKG പഠിക്കുന്ന കൊച്ചിനോട് പറയുകയാണെങ്കിൽ ഇതിന് എബൌട്ട് ആണ് എന്താണെന്ന് അറിയാവോ? ഇല്ല. അപ്പോൾ അതിങ്ങനെ സംശയിച്ച് നിൽക്കും. പക്ഷെ അത് എന്താണെന്ന് അറിയാവുന്ന ആൾക്കേ അത് മനസ്സിലാവുള്ളൂ. അതാണ് റിസീവറിന് എന്തിലുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, ടെക്നിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഉണ്ടാവുന്ന ടെക്നിക്കൽ ഫെയിലിയർ. ഞാൻ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്. ഒരുപാട് ആളുകൾക്ക് വേണ്ടി യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എന്ത് എറർ വരാം? ടെക്നിക്കൽ സ്റ്റേജ് എറർ വരാം, ഇന്റർനെറ്റ് ഫെയിലിയർ വരാം, എക്വിപ്മെന്റ് മാൽ ഫംഗ്ഷൻ ആവാം, സോഫ്റ്റ്വെയർ ഇഷ്യൂ, യൂട്യൂബ് അടിച്ചു പോകാം അല്ലേ, പുവർ കണക്ടിവിറ്റി, നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇല്ലാതാവാം. ഇതെല്ലാം ടെക്നിക്കൽ സ്റ്റേജിൽ വരുന്ന എറേഴ്സ് കൂടിയാണ്. അപ്പോൾ ഇത് എന്തല്ല, നമ്മളുടെ എൻകോഡിങ്ങിന്റെ സമയത്ത് ഉണ്ടാവുന്നതല്ല അല്ലേ. നമ്മളെ സൂം ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നെറ്റ്വർക്ക് ഡിസ്കണക്റ്റ് ആയി പോവുകയാണെങ്കിൽ അതെന്താണ്? ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടിയാണ്. നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? നമ്മളുടെ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ചോദ്യം നോക്കിയാൽ മക്കളെ, ദ സെൻഡർ ഹാസ് നോട്ട് ഫോർമുലേറ്റഡ് ദ ഐഡിയ ത്രൂ മെസ്സേജ് ഇൻ പ്രോപ്പർ മാനർ. കണ്ടോ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെൻഡർ എന്ത് ചെയ്യുന്നില്ല? പറയുന്ന മെസ്സേജിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല? എൻവിഷൻ ചെയ്യുന്നില്ല, ഷേപ്പ് ചെയ്യുന്നില്ല. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അതിനെ അറ്റ് ദ ലെവൽ ഓഫ് എൻകോഡർ എന്നാണ് പറയുന്നത്. ഞാൻ എൻകോഡ് ചെയ്യുന്നില്ല, എൻ്റെ ചിന്തയെ എനിക്ക് ഫോർമുലേറ്റ് ചെയ്ത ഐഡിയ ആയിട്ട് വരാൻ സാധിക്കുന്നില്ല. അത് എൻകോഡറിന്റെ ഭാഗത്തുള്ള ഡിലേ ആണ്. കേട്ടോ, പ്രോസസ് വേർ ദ സെൻഡർ. എന്താണ് എൻകോഡിങ്? നമ്മളുടെ ചിന്തകളെ ഓർഗനൈസ് ചെയ്യുക, ഈ ചിന്തകൾ പറയാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ എന്താണെന്ന് തിരഞ്ഞെടുക്കുക, ഇതെങ്ങനെ പറയണമെന്നുള്ള സ്ട്രക്ചർ രൂപീകരിക്കുക, ഈ ഐഡിയയെ കമ്മ്യൂണിക്കബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എൻകോഡിങ് എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഇതിനാണ് നമ്മൾ എൻകോഡിങ് എന്ന് വിളിക്കുന്നത്. എൻകോഡിങ്ങിനകത്ത് എന്തുണ്ട്? ഓർഗനൈസേഷൻ ഓഫ് തോട്ട്സ്, സെലക്ഷൻ ഓഫ് വേർഡ്സ്, സ്ട്രക്ചറിങ് ദ മെസ്സേജ്, കൺവേർട്ടിങ് ഐഡിയാസ് ഇൻ ടു കമ്മ്യൂണിക്കബിൾ ഫോം. ഇതിലാണ് എൻകോഡറിന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്താണ് അപ്പോൾ എൻകോഡറിന് എപ്പോഴൊക്കെയാണ് മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്? ഐഡിയ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, വേഗമായിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, തോട്ടുകളെ, ചിന്തകളെ ഓർഗനൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അല്ലേ. കമ്മ്യൂണിക്കേഷൻ ബാരിയർ എൻകോഡർ ലെവലിലെ പ്രശ്നം ഉണ്ടാകുന്നു. എ ടീച്ചർ അണ്ടർസ്റ്റാൻഡ്സ് എ കോൺസെപ്റ്റ് ബട്ട് എക്സ്പ്ലെയിൻസ് ഇറ്റ് ഇൻ എ കൺഫ്യൂസിംഗ് ഓർ പൂർലി സ്ട്രക്ചേർഡ് വേ, മേക്കിംഗ് സ്റ്റുഡൻസ് അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ക്ലാസ് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം. നമുക്കൊരു ഐഡിയ മനസ്സിലായി, പക്ഷേ അത് പറഞ്ഞ് ഫലിപ്പിച്ച് മറ്റൊരാളെ മനസ്സിലാക്കിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. നോക്കുക, സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ എൻ്റെ ഐഡിയാസിനെ എനിക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് എൻകോഡിങ് ബാരിയർ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ, ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള എല്ലാ ടോപ്പിക്കുകളെയും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് അതിൻ്റെ അകത്തെ കീവേഡ്സ് ഉപയോഗിച്ച് കീവേഡ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കീവേഡ്സിൽ നിന്ന് നമ്മൾ റിസൾട്ടിനെ നമ്മൾ പുള്ള് ചെയ്ത് വെക്കണം. എങ്ങനെ പുള്ള് ചെയ്ത് വെക്കണം? കീവേഡ്സ് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ബെറ്റർ ആയിട്ട് പഠിക്കണം. കീവേഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഓരോ സ്റ്റേജ് എന്താണെന്ന് പഠിച്ചു. ഈ സ്റ്റേജ് എന്താണെന്ന് പഠിക്കുമ്പോൾ, എൻകോഡിങ് എന്താണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ കാണാപ്പാടമല്ല പഠിക്കുന്നത്. നിങ്ങൾ നേരെ എന്തിലേക്കാണ് ചെല്ലുന്നത്? നിങ്ങൾ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുകയാണ് സെൻറ്റർ, ഫോർമുലേഷൻ, ഐഡിയ, തോട്ട്, മെസ്സേജ്, പ്രോപ്പർ മാനർ.
ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ, വാട്ട് ലെവൽ. ഈ 4 കീവേഡിൽ നിന്ന് നമുക്ക് നേരെ എന്താണ് ആൻസർ എന്ന് എത്താൻ പറ്റും? ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്രയും സിമ്പിളാണ് നെറ്റ് കൊണ്ടുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും, വേണ്ട പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും, അച്ചടക്കത്തോട്ടിരുന്ന് പഠിച്ചാൽ, ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ജൂണിൽ JRF നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ CCയുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ phase 2 ലൈവ് സെഷൻസ് ആരംഭിക്കുകയാണ് ഈ വീക്ക്. സോ ഫോർ ബിഗിനിങ് ദ ലൈവ് സെഷൻസ് അറ്റ് ദ ഏർലിയസ്റ്റ് ഇറ്റ് സെൽഫ് യു ക്യാൻ ജോയിൻ ആസ് ഏർലി ആസ് പോസിബിൾ. നമ്മളെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോംസിൽ നിങ്ങൾക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് JRF നേടി തരാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ CC നെറ്റ് വെഞ്ചർ ഇസ് ഓൾ സെറ്റ് ആൻഡ് റെഡി വിത്ത് PhD ക്വാളിഫൈഡ് mentors and a structured study plan which includes recorded classes, live classes, PYQ questions, previous year question analysis videos, poll questions, mock tests and group activities and much more activities are ready for you. So join us. ഈ ഒരു ജൂണിൽ JRF നിങ്ങൾക്കുള്ളതാണ്. CCക്കൊപ്പം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. You don't want to miss anything else, അല്ലേ? And share this with your friends.